എൻ്റെ വൈഫിനോ എൻ്റെ ഉമ്മയ്ക്കോ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നല്ലപോലെ ഇതൊക്കെ പണ്ടേ മാറ്റി വെച്ച് ഇതൊക്കെ ഡബിളാക്കിയോ ത്രിബിളാക്കിയോ അല്ലെങ്കിൽ റിട്ടേൺസ് ഒക്കെ ആക്കിയാണ്. ഒന്ന് രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് ജോലിയുള്ള സ്ത്രീകൾ, ഒന്ന് ജോലിയില്ലാത്ത സ്ത്രീകൾ, ഒന്ന് വീട്ടിലെ എക്സ്പെൻസ് മാനേജ് ചെയ്യണ സ്ത്രീകൾ. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നന്നായിട്ട് വളരുന്ന മാതിരി, അല്ലാതെ വെറുതെ ബാങ്കിലിട്ട് വെക്കാന്നല്ല പറഞ്ഞത്, കൂട്ടി വെക്കാന്നല്ല പറഞ്ഞത്. അതൊന്ന് വളരുന്ന വിധത്തിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അമ്മ പറഞ്ഞ് ഇവിടെ കാശുണ്ടെന്ന് പേടിക്കേണ്ട എടുത്ത് കൊടുത്തപ്പോൾ അച്ഛന് ശരിക്കും പറഞ്ഞത് ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. കാരണം പിന്നെ നമ്മളിപ്പോൾ ഒരു മാസം ഒരു 5,000 റുപ്പീസോ അല്ലെങ്കിൽ 10,000 റുപ്പീസോ കൊടുത്താൽ അതിനുള്ളിലുള്ളതോ അല്ലെങ്കിൽ അതിൽ കുറവുള്ള ചിലവ് ഇവർ കാണൂ അല്ലേ? അതൊരു അവരുടെ കഴിവാണത്. ചിലവിനൊരു കണക്കുണ്ടാവും, അതേമാതിരി സേവിനൊരു കണക്കുണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കണക്കുണ്ടാവും. ആ കണക്ക് ഒരിക്കലും മാറ്റത്തില്ല. മഡർ പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ സാമ്പത്തികമായിട്ട് ആളുകളെ അവരുടെ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എൻ്റെ വീട്ടിലൊരു കഥ പറയുകയാണെങ്കിൽ, എൻ്റെ പാപ്പ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. റിട്ടയർഡായി ആദ്യം എയർഫോഴ്സിലായിരുന്നു. അവിടെ നിന്ന് റിട്ടയർഡായിട്ട് അവിടെ നിന്ന് VRS എടുക്കുമല്ലോ. VRS എടുത്തിട്ട് BSNL നിന്നാണ് പാപ്പ റിട്ടയർഡ് ആകുന്നത്. അപ്പം ഞാൻ അൽഹംദുലില്ലാഹ് ഞാൻ വളർന്നേക്കുന്ന ഒരു ശീലം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വാപ്പ കൊണ്ടുവന്നിട്ട് ഉമ്മാടെ കുറച്ച് പൈസ ഏൽപ്പിക്കും. അതിൽ മീൻകാരൻ്റെ പൈസ ഉണ്ടാവും, ചിലപ്പോൾ ഞങ്ങളുടെയൊക്കെ എന്തെങ്കിലും അലാമത്തെ ചിലവുകളുടെ പൈസ ഉണ്ടാവും. അങ്ങനെയാണല്ലോ. അപ്പോൾ എല്ലാവരും വാപ്പാനോട് ചോദിക്കേണ്ട ഉമ്മയോട് ചോദിച്ചോ എന്നുള്ളത്. അപ്പോൾ അത് ഞാനും ഒരു പരിധി ഫോളോ ചെയ്യുന്നൊരു പേഴ്സണാണ്. സമ്പത്ത് ഇപ്പോൾ മോൻ്റെ അപ്പൂൻ്റെയും പാത്തൂൻ്റെ ഒക്കെ കേസാണെങ്കിൽ പോലും എന്നോട് ചോദിക്കേണ്ട, ഉമ്മയുടെ കൊടുത്തിട്ടുണ്ടോ അത് ഡീൽ ചെയ്യുന്നുള്ള കാര്യം. പക്ഷേ ഇതിലൊരു ഭയങ്കര ഒരു ഡേഞ്ചർ സ്വഭാവമുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഇവർക്ക് നമ്മളുടെ സാമ്പത്തിക സോഴ്സിനെ കുറിച്ച് ഇവർക്കൊരു അവയർനെസ് ഉണ്ടാവും, അല്ലെ? പെണ്ണുങ്ങൾക്കറിയാം. പക്ഷെ രണ്ടാമത്തെ കേസ്, ഇപ്പം അതിനപ്പുറം ഇതെവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഒന്നും ഇവർക്കറിയില്ല. ഇപ്പം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ വൈഫിനോ എൻ്റെ ഉമ്മയ്ക്കോ കാര്യം ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ നല്ലപോലെ ഇതൊക്കെ പണ്ടേ മാറ്റി വെച്ച് ഇതൊക്കെ ഡബിളാക്കിയോ ത്രിബിളാക്കിയോ അല്ലെങ്കിൽ റിട്ടേൺസ് ഒക്കെ ആക്കിയാണ്. അല്ല, അത് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആക്ച്വലി നിഖിലിൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകൾ കൂടുതലും ഇതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യകത ഇല്ലേ? 2 ടൈപ്പ് ഉണ്ട് സ്ത്രീകൾ. ചില ആൾക്കാരെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒട്ടും ഇൻവോൾവ് അല്ല. ചിലവ് ഇപ്പം അത് ഉമ്മാനെ പറ്റിയും വൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞത്, ഇത് ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ. അങ്ങനെയാണ് നമ്മൾ കണ്ടു വളർത്തേക്കുന്നത്. എൻ്റെ വീട്ടിൽ പലപ്പോഴും എന്നോട് പല ഇൻ്റർവ്യൂവിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഈ സ്ത്രീകൾക്ക് പൈസ കാര്യത്തിൽ ആണുങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഞാൻ ടോട്ടലി അഗെയിൻസ്റ്റ്. കാരണം വെച്ചാൽ എൻ്റെ വീട്ടിൽ സ്ത്രീകളാണ് കൈകാര്യം ചെയ്യണത്. എൻ്റെ വീട്ടിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാരണം നമുക്ക് അമ്മയുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മാനേജ് ചെയ്യണ്ട. അപ്പോൾ പക്ഷേ എപ്പോഴും എൻ്റെ അമ്മയെ കുറിച്ച് ഞങ്ങൾക്ക് പിന്നെ ആ ടൈമിൽ വേറെ കുറേ ഇതൊക്കെ ഉണ്ടായതിൻ്റെ പേരിൽ അമ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി മാനേജ് ചെയ്യുമായിരുന്നു. എൻ്റെ അമ്മ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു. ഈവൻ എൻ്റെ അമ്മൂമ്മയൊക്കെ ആണെങ്കിലും നന്നായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് അന്ന് മെയിനായിട്ട് ചിട്ടിയാണല്ലോ. പിന്നെ പോസ്റ്റ് ഓഫീസിൽ അമ്മൂമ്മ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ അത് 1-2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ജോലിയുള്ള സ്ത്രീകൾ, ഒന്ന് ജോലിയില്ലാത്ത സ്ത്രീകൾ, ഒന്ന് വീട്ടിലെ എക്സ്പെൻസ് മാനേജ് ചെയ്യണ സ്ത്രീകൾ. എക്സ്പെൻസ് മാനേജ് ചെയ്യുന്ന ആൾക്കാർ ഒട്ടുമിക്ക സ്ത്രീകളുടെ വിചാരിച്ചാൽ ഞാൻ പൈസ മാനേജ് ചെയ്യേണ്ടെന്നൊരു തോന്നൽ അവർക്കുണ്ട്. പക്ഷേ അവർ മാനേജ് ചെയ്യണ പൈസ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ ഒരു മാസത്തെ ബഡ്ജറ്റാണ് അവർ മാനേജ് ചെയ്യണത്. അതിനപ്പുറം അവർ പോകുന്നില്ല. ആ പൈസ എടുത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പോഴടുത്ത് ഞാനൊരു ഇൻ്റർവ്യൂ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റർ കണ്ടു, എൻ്റെ കസിൻ കണ്ടു. എന്നിട്ട് അവരിപ്പോൾ US അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, വിളിച്ച് വാട്സപ്പിൽ അയച്ച കാര്യമുണ്ട്. എനിക്ക് പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ പുള്ളിക്കാർ ജോലി ചെയ്യുന്ന ടൈമിൽ, ആ ടൈമിൽ ഗൾഫിലായിരുന്നു, 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു SIP. അത് എനിക്ക് തോന്നുന്നു ആ പീരീഡിൽ കുറച്ച് ആളായി ഇൻവെസ്റ്റ് ചെയ്തിട്ട്. ആ പീരീഡിൽ പുള്ളിക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് 7 ലക്ഷം രൂപയാണ്. ഇപ്പോൾ അത് 25-30 ലക്ഷം രൂപയായി. അത് കാരണം ചെറിയ പൈസ ഒരു മാസം 5,000 രൂപ പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയിലത്തെ ഒരു നല്ല ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ലൊരു താല്പര്യമുള്ള ആൾക്കാരാണ്, അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം പറഞ്ഞത്. പക്ഷേ ഇനി സ്ത്രീകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഇൻവെസ്റ്റ് ചെയ്യണതും പൈസ സേവ് ചെയ്യണതും മാനേജ് ചെയ്യണതൊക്കെ ഭയങ്കര വ്യത്യാസമുള്ള സാധനങ്ങളാണ്. അപ്പോൾ പെണ്ണുങ്ങൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ശരിയായിരിക്കും, വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു സമയം കിട്ടണ്ടാവില്ല. ബേസിക്സ് ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ എത്ര സ്വത്ത് ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, വീട്ടിൽ കാശ് എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്തുകൊണ്ട് അതിൽ മറ്റേതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കണത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ വെറുതെ പറമ്പ് വാങ്ങലും FDയിൽ മാത്രമല്ല, അതിനപ്പുറം വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എവിടേക്കാണ് ഇട്ടേക്കണത്, അതെന്തുകൊണ്ട് ഇട്ടേക്കണത്, ആ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബാങ്കറായിട്ട് വർക്ക് ചെയ്യണത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യണത്, ഇതെല്ലാവരും കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് എങ്ങനെ ഇതിനെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. ഇപ്പോൾ ജോലിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ പേരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊരു ശമ്പളം കിട്ടണമെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പകുതി ശതമാനമൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഒരു 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ 50,000 രൂപയെങ്കിലും നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നന്നായിട്ട് വളരുന്ന മാതിരി, അല്ലാതെ വെറുതെ ബാങ്കിലിട്ട് വെക്കാന്നല്ല പറഞ്ഞത്, കൂട്ടി വെക്കാന്നല്ല പറഞ്ഞത്. അതൊന്ന് വളരുന്ന വിധത്തിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈവൻ ജോലി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതിൽ നിന്ന് 1% ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ SIP പോലത്തെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എപ്പോഴും നമ്മുടെ അടുത്തൊരു റിസർവ് പൈസ ഉണ്ടായിരിക്കണം. എനിക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അയാളുടെ അമ്മ അവരുടെ ഫാദറിൻ്റെ നിന്ന്, ജോലി ഉണ്ടായ അമ്മയാണ്, ഫാദറിൻ്റെ നിന്ന് എല്ലാ ദിവസവും പോക്കറ്റിൽ നിന്ന് പൈസ ഇങ്ങനെ എടുക്കുമായിരുന്നു. എന്നിട്ട് ഈ പൈസ പുള്ളിക്കാരി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് കുറേ കൊല്ലങ്ങൾ ഇവർ ചെയ്തു. എന്നിട്ട് ഈ കുട്ടിയുടെ കല്യാണത്തെ ടൈമിൽ പെട്ടെന്ന് കല്യാണമായത്, ഒരാഴ്ചക്കുള്ളിട്ട് കല്യാണമായി. അപ്പോൾ അച്ഛനിങ്ങനെ ആലോചിക്കുന്നത് എവിടെ നിന്ന് കാശ് അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞ് ഇവിടെ കാശുണ്ടെന്ന് പേടിക്കേണ്ട എടുത്ത് കൊടുത്തപ്പോൾ അച്ഛന് ശരിക്കും പറഞ്ഞത് ഒരു പ്ലസന്റ് സർപ്രൈസ് ആയിരുന്നു. കാരണം അപ്പോൾ അത് ആ ഒരു ആൻറ്റിയുടെ ഒരു കഴിവാണ് മാനേജ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഒരു നമ്മൾ മരുഭൂമിയിലെ നീരുറവാന്നൊക്കെ പറയില്ലേ, ഇത്തിരി എടുത്തു വെച്ചിട്ട് നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളറിയാത്ത വിധത്തിൽ അത് പൈസ വളരും. അപ്പോൾ പലപ്പോഴും ഇവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആണുങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾ SIP കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഭാഗം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ പേരിലും അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അവരും കാണും എൻ്റെ കയ്യിൽ ഇത്ര കൈ ഇരിക്കുന്നു, ആ ഒരു കോൺഫിഡൻസ് അവർ. നിങ്ങൾ പറഞ്ഞ ഒബിയസ്ലി സ്ത്രീകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം അല്ലേ, ഇൻവോൾവ് ആവണം, പഠിക്കണം. അത് അല്ല ഇവരെന്താ പറയുക, ഇപ്പം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എനിക്ക് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മാസം ഒരു 5,000 റുപ്പീസോ അല്ലെങ്കിൽ 10,000 റുപ്പീസോ കൊടുത്താൽ അതിനുള്ളിലുള്ളതോ അല്ലെങ്കിൽ അതിൽ കുറവുള്ള ചിലവ് ഇവർ കാണൂ അല്ലേ. അതൊരു അവരുടെ ഒരു കഴിവാണത്. അത് ശരിക്കും ഇപ്പോൾ നമ്മൾ പൈസ ആയാലും ചിലപ്പോൾ നമുക്ക് അത്ര പിടിച്ചിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് വീട്ടിലിപ്പോൾ എന്തെങ്കിലും ഒരു കേസ് എക്സ്ട്രാ പറയുമ്പോൾ അപ്പു പറയും എനിക്ക് ആ ഒരു സാധനം, അപ്പോൾ എൻ്റെ വൈഫ് സോറി ബഡ്ജറ്റില്ല അങ്ങനെ പറയുമല്ലോ, സോറി ഈ മാസം ബഡ്ജറ്റ് തീർന്നു ലുലുവിൽ പോയി ഐസ്ക്രീം കഴിച്ച് ബർഗർ കഴിച്ചില്ല, ഈ മാസം ബഡ്ജറ്റിന് ഇല്ല, അടുത്ത മാസം നോക്കാം. എന്നാൽ ഈ കൊടുത്ത എമൗണ്ട് ഫുൾ ആയിട്ടില്ലാവില്ല, കുറച്ചൊരു എമൗണ്ട് ഒരു മാറ്റി വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിഖിൽ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ച് ഇപ്പോൾ എല്ലാം ഓപ്പൺ സോഴ്സ് ആണല്ലോ, പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ മോൾക്ക് ഇപ്പോൾ മോളുടെ 2ാം ക്ലാസ്സിലാണ്, അവൾ ഇപ്പോഴേ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്താൽ ചിലപ്പോൾ മോളൊക്കെ അടിക്കുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറി. ഇവൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പിന്നെ വൈഫിന്റെ പേരിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ നിങ്ങൾ മോളുടെ പേരിലും അതും വേണമെങ്കിൽ മോളുടെ മോൻ്റെ പേരിലും അക്കൗണ്ട് എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് 1000 രൂപയെങ്കിലും നിങ്ങൾ അവരുടെ പേരിൽ SIP ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാനിപ്പോൾ മോൻ 8 മാസമുള്ള ധ്രുവന്റെ പേര് തുടങ്ങിയിട്ടുണ്ട്. അല്ല ഇത് നിങ്ങൾ പറഞ്ഞ നേരത്തെ നിങ്ങളുടെ ഒരു ലേഡിയുടെ കേസ് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പം ഞാൻ അയ്യോ കാശില്ല എന്ന് പറയുമ്പോഴേക്കും പേടിക്കണ്ട വാപ്പി അന്ന് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു വരുന്നത്. ഒന്ന് വീട്ടിലെ ബഡ്ജറ്റ് മാനേജ് ചെയ്യാന്നുള്ളത്, വീട്ടിലെ ബഡ്ജറ്റ് മാനേജ് ചെയ്യാന്ന് ശരി ഇൻവെസ്റ്റിംഗ് അല്ല, അത് എക്സ്പെൻസ് കൺട്രോളാണ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 10% വെച്ചൊക്കെ റിട്ടേൺ കിട്ടിയാൽ തന്നെ
ചിലപ്പോൾ വലിയൊരു കാശ് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ആയി നിൽക്കുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിലെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ആ കാശ് നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ക്ലാസ്സെങ്കിലും എടുക്കുന്നുണ്ടോ? ഞാൻ എടുത്തിട്ടൊക്കെ ഉണ്ട് ഒത്തിരി. ആണല്ലേ? ഞാൻ ഏതെങ്കിലും വനിതാ സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ നിഖിലിനെ വിളിച്ചോടാ. ഇപ്പോൾ എല്ലായിടത്തും ക്ലാസ് ഒക്കെ എടുത്താൽ അത് വേണമല്ലോ. അല്ല, അത് ഇപ്പം എനിക്ക് ഒത്തിരി അങ്ങനെ ഞാൻ നമ്മളുടെ പണ്ട് ഞാൻ ശനിയാഴ്ച വർക്ക്ഷോപ്പ് ചെയ്യുന്ന ടൈമിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടൊക്കെ ഞാൻ സെഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അന്നൊക്കെ ഒത്തിരി എനിക്ക് നമ്മുടെ മണി ടോക്സിനിക്കിൽ കാണുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ഈവൻ എനിക്ക് ചില ടൈമിലൊക്കെ അവർ നിർബന്ധിച്ച് ഭർത്താക്കന്മാരെ കൊണ്ടുവരും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഭർത്താക്കന്മാരെപ്പോഴും മടിയന്മാരെ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒത്തിരി നല്ല സ്ത്രീകളൊക്കെ അവരിങ്ങനെ ശരിക്കും അവരായിരിക്കും മീറ്റിംഗ് നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മീറ്റ് ചെയ്തിട്ട് അവർ വന്നിട്ട് പിന്നെ അവർ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. സമ്പത്തിനെ കൈകാര്യം ചെയ്യാൻ എപ്പോഴും ഇവരാണ് അല്ല, വൺസ് അവർ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും, കാരണം വെച്ചാൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഭയങ്കര ഡിസിപ്ലിനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു റെസിപ്പി ഉണ്ട്. ആ റെസിപ്പി മിക്കവാറും അവർ ഫോളോ ഉണ്ടാവും. അത് അവർ ഇൻബോണായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവൻ അപ്പോൾ ഒരു കണക്കുണ്ടാവും എന്തായാലും. അപ്പോൾ ഈ സാധനം തന്നെ അവർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ചിലവിനൊരു കണക്കുണ്ടാവും, അതേമാതിരി സേവിനൊരു കണക്കുണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കണക്കുണ്ടാവും. ആ കണക്ക് ഒരിക്കലും മാറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നല്ല രീതിയിൽ. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലെ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഇതൊക്കെ പഠിക്കണം. അവർ പഠിച്ചാൽ പുരുഷന്മാരെക്കാൾ ടോപ്പ് ആവും. അവർക്ക് അത് മാത്രമല്ല, മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും, ഒരു സമ്പാദ്യം ഉണ്ടല്ലോ, അത് പിന്നെ മുന്നോട്ട് അവരെ ഡ്രൈവ് ചെയ്യും. അതെ, ഭയങ്കരമായിട്ട്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.